ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുമെങ്കിലൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക് കേട്ടോ. ഏകദേശം 48 വർഷങ്ങൾക്ക് മുമ്പാണ് വോയേജർ 1 എന്ന് പറയുന്ന പേടകം മനുഷ്യൻ വിക്ഷേപിച്ചത്. വോയേജർ 2 ആണ് ആദ്യം വിക്ഷേപിച്ചത്, അതിനുശേഷം വോയേജർ 1. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 5-നാണ് 1977 വോയേജർ വിക്ഷേപിക്കുന്നത്, വോയേജർ 1. വോയേജർ 2 ഓഗസ്റ്റ് 20-നാണ് വിക്ഷേപിക്കുന്നത്. ഈ 2 സ്പേസ് ക്രാഫ്റ്റുകളിൽ ഏറ്റവും വേഗത കൂടിയത് വോയേജർ 1 ആണ്. 61,000 km/h അത് സഞ്ചരിക്കും. എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു സെക്കൻഡ് കൊണ്ട് 17 കിലോമീറ്റർ ദൂരം അതിന് സഞ്ചരിക്കാൻ കഴിയും സ്പേസിൽ കൂടെ. വോയേജർ 2 ആണെങ്കിൽ ഒരു മണിക്കൂറിൽ 55,000 കിലോമീറ്ററാണ് അതിൻ്റെ വേഗത. ഇപ്പോൾ ഏറ്റവും ഡിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന സാധനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വോയേജർ 1 ആണ്. എത്ര കിലോമീറ്റർ അത് ഈ 48 വർഷം കൊണ്ട് സഞ്ചരിച്ചിട്ടുണ്ടെന്ന് അറിയാം? 24.9 ബില്യൺ കിലോമീറ്റർ. ഈ ബില്യൺ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയാണ്. ഇപ്പം ഞാൻ സംസാരിച്ച ഇത്രയും സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ അത് 100 കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞു. ഇപ്പം നിലവിൽ നമ്മൾ അങ്ങോട്ടൊരു സിഗ്നൽ വിടുകയാണെങ്കിൽ ഏകദേശം 23 മണിക്കൂർ എടുക്കും ഈ സിഗ്നൽ അവിടെ എത്താൻ. അവിടുന്ന് ഒരു റെസ്പോൺസ് കിട്ടണമെങ്കിൽ വീണ്ടും 23 മണിക്കൂർ എടുക്കും. റേഡിയോ സിഗ്നൽസ് ആണ് വിടുന്നത്. അത് റേഡിയോ സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് സ്പീഡിൻ്റെ വേഗത്തിലാണ് അത് സഞ്ചരിക്കുക. ലൈറ്റ് സ്പീഡ് അറിയാലോ, ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്ററാണ്. അത്രയും വേഗത്തിൽ സഞ്ചരിച്ചാൽ പോലും 23 മണിക്കൂർ എടുക്കും അവിടെ എത്താൻ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വോയേജർ 1 ഒരു ലൈറ്റ് ഡേ പോലും സഞ്ചരിച്ചിട്ടില്ല. അതായത് ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ്. ഉദാഹരണത്തിന് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സ്റ്റാർ ആയിട്ടുള്ള പ്രോക്സിമ സെന്ററിയിലേക്കുള്ള ദൂരം എന്ന് നമ്മൾ കണക്കാക്കുന്നത് 4.2 ലൈറ്റ് ഇയേഴ്സാണ്. ലൈറ്റിൻ്റെ വേഗത്തിൽ 4.2 വർഷം നിർത്താതെ സഞ്ചരിക്കണം. ഇപ്പം നമ്മൾ മനുഷ്യൻ സഞ്ചരിച്ച് തുടങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ ദൂരം എത്തിയിട്ടുള്ള അവൻ്റെ ഒരു സ്പേസ് ക്രാഫ്റ്റിൻ്റെ ദൂരം എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ഡേ പോലും ആയിട്ടില്ല. ഒരു ലൈറ്റ് ഡേ എന്ന് പറഞ്ഞാൽ 25.9 ബില്യൺ കിലോമീറ്ററാണ്. നമ്മൾ എത്തിയിട്ടുള്ളത് 24.9 ബില്യൺ കിലോമീറ്റർ മാത്രമാണ്. ഞാനെന്താ ഇപ്പം ഇതെങ്ങനെ പറയുന്നത് വെച്ചാൽ, ഈ സ്പേസിൻ്റെ വാസ്റ്റ്നെസ് ഉണ്ടല്ലോ, നമുക്കിങ്ങനെ പറയാം ഇത്ര ബില്യൺ കിലോമീറ്റർ, ഇത്ര ബില്യൺ സ്റ്റാർസ് ഉണ്ട്, ഇത്ര ലക്ഷം ലൈറ്റ് ഇയേഴ്സ് ദൂരമാണെന്ന് നമുക്ക് പറയാം. പക്ഷെ നമുക്കത് നമ്മുടെ ബ്രെയിൻ കൊണ്ട് ഇമാജിൻ ചെയ്യാൻ കഴിയില്ല. ജസ്റ്റ് നമ്പേഴ്സിൽ നമുക്ക് പറയാൻ മാത്രമേ പറ്റുള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ ഇത്രയും വലിയ ഭൂമി ഉണ്ടല്ലോ, ഈ ഭൂമി എന്ന് പറയുന്നത് വെറും ഒരു കോസ്മിക് ഡസ്റ്റ് മാത്രമാണ്. നമ്മുടെ ലൈഫ്, നമ്മുടെ സന്തോഷം, നമ്മുടെ ടൈം, നമ്മുടെ ആയുസ്, ഇതൊക്കെ എത്ര നിസ്സാരമാണ് ഈ യൂണിവേഴ്സൽ സ്കെയിലിൽ വെച്ച് നോക്കുമ്പോൾ.